Dear students, welcome to the next video lecture on circuits and networks. I am Deepak Vidya from Department of Electrical and Electronics Engineering with the Academy of Science and Technology. So in this video, I will be explaining about star connection. Both balanced and unbalanced star connection will be discussed in this video. Okay, so സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ 3 ഇമ്പിഡൻസുകൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ ഫേസുകൾ നമ്മൾ എന്ത് ചെയ്യും, ആർ, വൈ, ബി എന്നീ 3 ലെറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് ചില കേസുകളിൽ എയും ബിയും സി ആവാം, യു വി ഡബ്ല്യു ആവാം. ദെൻ നമ്മുടെ ഓരോ ഇമ്പിഡൻസിനും ഇവിടെ എന്തുണ്ട്, ഒരു ന്യൂട്രൽ പോയിൻ്റ് ഉണ്ട്. സോ ആറിനും ന്യൂട്രൽ പോയിൻറ്റിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ നമ്മൾ സെഡ് ആർ എന്ന് പേര് കൊടുത്തു. തന്നെ ഇതിന് സെഡ് വൈ എന്ന് പേര് കൊടുത്തു, സെഡ് ബി എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ എ ബി സി ആണ് നമ്മുടെ ഫേസുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്താവും, സെഡ് എ എൻ, സെഡ് ബി എൻ, സെഡ് സി എൻ, അങ്ങനെ നമ്മൾ പേര് കൊടുക്കാം. ദെൻ ഓരോ ലൈനിൽ കൂടെ നമ്മുടെ ലോഡിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഫസ്റ്റത്തെ ഐ ആർ, ഐ വൈ, ഐ ബി. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് നമ്മുടെ ഇമ്പിഡൻസ് കൂടെ അല്ലെങ്കിൽ ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ വൈ ഫേസിലും അങ്ങനെ തന്നെ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ട് തന്നെയാണ് നമ്മുടെ ഇമ്പിഡൻസ് കൂടി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡിഫറൻസ് ആണ്, ഡെൽറ്റ കണക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ കണക്ഷൻ്റെ ഡിഫറൻസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറൻറ്റ്സ് ഇൻ കേസ് ഓഫ് സ്റ്റാർ കണക്ഷൻ. So that is the first and the important point in a star connection. Okay, then നമ്മുടെ വോൾട്ടേജുകൾ, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള ബന്ധം. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഇമ്പിഡൻസിനെ ക്രോസുള്ള വോൾട്ടേജ് ആണ്. ഇമ്പിഡൻസിനെ ക്രോസുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനും ഈ പോയിന്റും ഇടയിലുള്ള വോൾട്ടേജ്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ആറാണ്, ഇത് ശരിക്കും ന്യൂട്രലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതിനെ വി ആർ എൻ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, വി ആർ എൻ ഈസ് ദ ഫേസ് വോൾട്ടേജ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഫേസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ എൻ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 ലൈൻ, ഈ ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്താണ്, നമ്മുടെ വി ആർ വൈ ആണ്. ഓക്കെ, സോ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഡിഫറൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഡെൽറ്റയുടെ കേസിൽ എന്തായിരിക്കും വരിക, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും അവിടെ സെയിം ആയിട്ട് വന്നു. ഇവിടെ എന്തായാലും നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. And if the star connected load is balanced load, that means all the impedances are same, then line voltage and phase voltages are related by the equation phase voltage is equal to line voltage divided by √3. So this is the second important point. First point is line voltage is equal to phase voltage. അത് ബാലൻസ്ഡ് ആണെങ്കിലും അൺബാലൻസ്ഡ് ആണെങ്കിലും the line voltage is equal to phase voltage. And the second important point is the relation between line voltage and phase voltage. Line voltage and phase voltages are different, and in case of balanced system, line voltage is divided by √3 will be equal to phase voltage, the magnitude. നമുക്ക് അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ജനറലി മിക്ക പ്രോബ്ലത്തിലും ഈ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. സോ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ലൈൻ വോൾട്ടേജ് ബൈ √3 ആണ്. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഇമ്പിഡൻസിനും അക്രോസ് ഉള്ള വോൾട്ടേജാണ്. സോ ഈ ഇമ്പിഡൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ കൂടുതൽ കറണ്ട് കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ ലൈൻ കറണ്ട് എന്തിന് ഈക്വലാണ്, ഫേസ് കറണ്ടിന് ഈക്വലാണ്. ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമ്പിഡൻസിൽ കൂടുതൽ കറണ്ടാണ്. അതെന്തിന് ഈക്വലാണ്, ഇമ്പിഡൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫേസ് വോൾട്ടേജ്. സോ ബാലൻസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ലൈൻ വോൾട്ടേജ് ഓഫ് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും എന്താണ്, സെയിം ആണ്. അത് നമുക്ക് എന്ത് റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം, വി ഫേസ് ബൈ സെഡ് ഫേസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. വേർ വി ഫേസ് ഈസ് ഈക്വൽ ടു വി എൽ ബൈ √3. ഓക്കെ, ദെൻ ബാലൻസ് സിസ്റ്റത്തിൽ സ്റ്റാർ കണക്ഷൻ ആണെങ്കിലും ഡെൽറ്റ കണക്ഷൻ ആണെങ്കിലും പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, √3 ഇൻറ്റു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വി എൽ ഐ എൽ കോസ് ഫൈ ആണ്. ഓക്കെ, ഓർ വി ക്യാൻ സേ ദാറ്റ് 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് സൈൻ ഫൈ എന്നും പറയാം. സോ ദാറ്റ് ഈസ് ദ പവർ, ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ ആണ്. റിയാക്റ്റീവ് പവർ ആണെച്ചാൽ എന്താവും, √3 വി എൽ ഐ എൽ സൈൻ ഫൈ. അതേപോലെ 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് ഇൻറ്റു സൈൻ അല്ല, ഇവിടെ കോസ് ഫൈ. ഓക്കെ, തെറ്റിയാണ്. 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് കോസ് ഫൈ ആണ് എന്ത്, പവർ.
ആക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ ആകുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് ഇൻറ്റു സൈൻ 5 വരും. ഓക്കെ, കോസ് 5 വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് പവർ, സൈൻ 5 വന്നു കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവർ. അപ്പോൾ പവറായി. ഓക്കെ, ഇനി അപ്പാരൻറ്റ് പവർ ആണെന്ന് വെച്ചാൽ എന്താ? √3 ഇൻറ്റു വി എൽ ഐ എൽ. അപ്പാരൻറ്റ് പവർ തന്നെ നമുക്ക് ഫേസ് ക്വാണ്ടിറ്റീനെ ടേംസിൽ എങ്ങനെ പറയാം? 3 ഇൻറ്റു വി ഫേസ് ഇൻറ്റു ഐ ഫേസ് എന്നും പറയാം. സോ ദാറ്റ് ഈസ് ദ ബാലൻസ് സിസ്റ്റം. ഓക്കെ, സോ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എന്താണ്? വി എൽ തന്നിട്ടുണ്ടാവും. വി എൽ തന്നാൽ നമുക്ക് വി ഫേസ് എങ്ങനെ കണ്ടുപിടിക്കാം? വി എൽ ബൈ √3 ചെയ്തിട്ട് വി ഫേസ് കണ്ടുപിടിക്കാം. വി ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ വി ഫേസ് ബൈ സെഡ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഐ ഫേസ് കിട്ടി. ഓക്കെ, ചില പ്രോബ്ലത്തിൽ സെഡ് ഫേസ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഇപ്പോൾ സെഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ഫേസ് ബൈ ഐ ഫേസാണ്. അപ്പോൾ ഈ ഐ ഫേസ് ലൈൻ കറണ്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈൻ കറണ്ട് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം തന്നിട്ടുണ്ടാവും. ഓക്കെ, പവറോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ്, ഇക്വേഷൻസിൽ ചില ക്വാണ്ടിറ്റികൾ തന്നിട്ടുണ്ടാവും, അപ്പോൾ ബാക്കി ക്വാണ്ടിറ്റികൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ്. ഓക്കെ, സോ ഇനി ഐ ആർ ഇപ്പോൾ ശരിക്ക് ബാലൻസ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഫേസുമായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഐ ആർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഐ ആർ എന്ന് പറയുന്നത് ഒരു ഫേസിലത്തെ വോൾട്ടേജ് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് വെച്ചിട്ട് തന്നെ ആ കറണ്ടിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും ബാക്കിയുള്ള കറക്റ്റ്. ഐ ആറും ഐ വൈയും ഐ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയായിരിക്കും. അവർ തമ്മിൽ എന്തുണ്ടാവും? 120 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഐ ആറിൻ്റെ ആംഗിളിനെ തീരുമാനിക്കുന്നത് സെഡിൻ്റെ ആംഗിളാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ആംഗിൾ ഓഫ് സെഡ് ഫേസ് ഇമ്പിഡൻസിൻ്റെ ആംഗിൾ എന്താണ്? 5 ആണെങ്കിൽ ഐ ആറിൻ്റെ ആംഗിൾ എന്ത് വരും? -5 വരും. ഓക്കെ, സോ ഐ ആറിൻ്റെ ആംഗിൾ -5 വരും. ഐ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ സാധാരണ ബാലൻസ് സിസ്റ്റത്തിൽ അങ്ങനെ ആംഗിളൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ ഐ ആറിൻ്റെ ഫേസ് നമുക്ക് ഈ ഇക്വേഷൻ വി ഫേസ് ബൈ സെഡ് ഫേസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ദെൻ ആംഗിൾ എന്തായിരിക്കും? സെഡ് ഫേസിൻ്റെ ആംഗിൾ +5 ആണെങ്കിൽ ഐ ഫേസിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ഐ ആറിൻ്റെ ആംഗിൾ എന്തായിരിക്കും? -5 ആയിരിക്കും. അതാണ് ഇവിടെ -5 എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ഐ ആറിൻ്റെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആംഗിളിൻ്റെ കൂടെ -120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഐ വൈയുടെ ആംഗിൾ കിട്ടി. ദെൻ ഐ ബിയുടെ ആംഗിൾ എന്താണ്? -5ൻ്റെ കൂടെ -5 എന്ന് പറയുന്നത് നമ്മുടെ ഐ ആറിൻ്റെ ആംഗിളാണ്. ആ ആംഗിളിൻ്റെ കൂടെ +120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബിയും കിട്ടി. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ചോദിക്കില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കാരണം ഈ ഐ ആറും ഐ വൈയും ഐ ബി എന്താണ്? ബാലൻസ്ഡ് സിസ്റ്റത്തിലത്തെ കറണ്ടുകളാണ്. സോ ഈ കറണ്ടുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസും എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഒരു കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിളിൻ്റെ കൂടെ -120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കറണ്ട് ഐ വൈ കിട്ടും, +120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി കിട്ടും. പ്രൊവൈഡഡ് ദ ഫേസ് സീക്വൻസ് ഷുഡ് ബി ആർ വൈ ബി. സോ ആർ വൈ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ വൈ ബിക്ക് പകരം ആർ ബി വൈ എന്നാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഐ വൈയുടെ ആംഗിൾ നമ്മുടെ -5ൻ്റെ കൂടെ +120 ആഡ് ചെയ്യണം. ഐ ബിയുടെ ആംഗിൾ എന്ത് ചെയ്യണം? -5ൻ്റെ കൂടെ -120 ആഡ് ചെയ്യണം. ദെൻ ഞാൻ പറഞ്ഞു പവറിൻ്റെ ഇക്വേഷൻ, ജനറലി ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? 3 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഫേസ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഫേസ് ഇൻറ്റു cos 5. അതേപോലെ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു √3 ഇൻറ്റു വി എൽ ഐ എൽ cos 5. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബാലൻസ് സിസ്റ്റം. ഇനി അൺബാലൻസ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അൺബാലൻസ്ഡ് തന്നെ പല രീതിയിൽ വരാം. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് നമ്മുടെ സ്റ്റാർ കണക്ഷനിൽ തന്നെ 4 വയർ സിസ്റ്റം. ഈ 4 വയർ സിസ്റ്റമാണ് ജനറലി നമ്മളെല്ലാ കേസുകളിലും നമ്മുടെ വീടുകളിലാണെങ്കിലും 3 ഫേസ് സപ്ലൈ എടുക്കുന്ന വീടുകളിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഈ 4 വയർ സിസ്റ്റമാണ്. അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 4 വയർ സിസ്റ്റം. ഈ 4 വയർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നൊരു സപ്ലൈ വരുന്നുണ്ട്. സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനറേറ്ററിൽ നിന്നായിരിക്കും ഈ ലൈൻ വരിക. ഓക്കെ, ആറും വൈയും ബിയും വരുന്നുണ്ട്, 3 ഫേസുകൾ വരുന്നുണ്ട്. ദെൻ റിട്ടേൺ ആയിട്ട് എന്തുണ്ടാവും? ഒരു ന്യൂട്രൽ കറണ്ട് റിട്ടേൺ ആയിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്? 4 വയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ന്യൂട്രൽ വയർ ഇല്ലെങ്കിൽ ഇപ്പോൾ ലോഡും നമ്മുടെ ജനറേറ്ററിലും ശരിക്കും 3 ഫേസ് വൈൻഡിങ് തന്നെ. ആ ജനറേറ്ററും തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഈ ന്യൂട്രൽ ലൈൻ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് 3 വയർ സ്റ്റാർ കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതിൽ അപ്പോൾ അൺബാലൻസ് സിസ്റ്റം സ്റ്റാർ കണക്ഷനിൽ ഫസ്റ്റ് നമ്മൾ ബാലൻസ്ഡ് പഠിച്ചു. അൺബാലൻസ്ഡ് തന്നെ 2 ടൈപ്പ് വരും. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. എന്താണ്? ഒരെണ്ണത്തിൽ 4 വയർ വരും, അതായത് ന്യൂട്രൽ ലൈനും കൂടി ഉള്ള കേസ്, ന്യൂട്രൽ ലൈൻ ഇല്ലാത്ത കേസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അൺബാലൻസ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺബാലൻസ് സിസ്റ്റം നമുക്ക് അനലൈസ് ചെയ്യാൻ ശരിക്കും ഡെൽറ്റ കണക്ഷനിൽ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെയും നമുക്ക് മിക്കവാറും എന്ത് തന്നിട്ടുണ്ടാവും? സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും, അതായത് ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. ഓക്കെ,
സോ ലൈൻ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ടാവും, വി എൽ തന്നിട്ടുണ്ടാവും. സോ വി എൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് വരിക? വി എൽ ബൈ √3 തന്നെയാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3 തന്നെയാണ് എന്ത് വരിക? ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഓക്കെ, സോ അതെന്തിലാണ്? 4 വയർ സിസ്റ്റം ആണെങ്കിൽ മാത്രം. ഓക്കെ, 3 വയർ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അൺബാലൻസ്ഡ് 4 വയർ സിസ്റ്റം ആൻഡ് അൺബാലൻസ്ഡ് 3 വയർ സിസ്റ്റം. ഇനി അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 3 ഇമ്പിഡൻസുകൾ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് സിസ്റ്റം. ദെൻ 4 വയർ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആംഗിൾ അല്ല, ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ലൈൻ വോൾട്ടേജിൻ്റെ വാല്യൂ ഇപ്പോൾ 400 ആണെങ്കിൽ 400 ഡിവൈഡഡ് ബൈ √3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫേസ് വോൾട്ടേജ് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു, ദാറ്റ് ഈസ് ടു ബി റിമെമ്പേർഡ് ബൈ യു. ഓക്കെ, സോ ഫേസ് വോൾട്ടേജ് കിട്ടിയെന്ന് വിചാരിക്കാം. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോ ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജ്, അതിന് നമുക്ക് ZR എന്ന് പറയുന്ന ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജിന് നമുക്ക് എന്ത് പറയാം? VR എന്ന് പേര് കൊടുക്കാം, VR എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. വി ഫേസ് ആണ്, നമ്മൾ പറഞ്ഞു വി ഫേസ് ഇസിക്കൽ എന്താണ്? VL ബൈ √3. ഇനി അതിൻ്റെ ആംഗിൾ സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഈ R ഫേസിലത്തെ ഈ VRNൻ്റെ ഫേസ്, അതിൻ്റെ ആംഗിൾ നമ്മൾ എന്തെടുക്കുക? 0 എടുക്കുക. ഓക്കെ, VRNൻ്റെ ആംഗിൾ നമ്മൾ സാധാരണ എന്തെടുക്കും? 0 എടുക്കും. ദെൻ ഈ സ്റ്റാർ കണക്റ്റഡ് 4 വയർ സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ ഈ VRNും VYNും VBNും ബാലൻസ്ഡ് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് VRN കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? VYN കണ്ടുപിടിക്കാം. VY എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഫേസ്, മാഗ്നിറ്റ്യൂഡ് വി ഫേസ് തന്നെയായിരിക്കും. ആംഗിള് 0 ആവില്ല, 0ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? -120 ആഡ് ചെയ്യാം. ഓക്കെ, പ്രൊവൈഡഡ് ദ ഫേസ് സീക്വൻസ് ഷുഡ് ബി RYB. RBY ആണെങ്കിൽ എന്താണ്? +120 ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് മാത്രം. സോ VRN കിട്ടി, VYN കിട്ടി, VBN എന്തായിരിക്കും? വി ഫേസ് ആംഗിൾ +120. ഓക്കെ, സോ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫേസ് വോൾട്ടേജും VRNും VYNും VBNും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ VRNനെ റെഫറൻസ് ആക്കി എടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ VRNൻ്റെ ആംഗിൾ നമ്മൾ 0 ആയിട്ട് കൊടുത്തു. സോ VYNൻ്റെ ആംഗിൾ -120 ആക്കി, ആൻഡ് VBNൻ്റെ ആംഗിൾ എന്തായിരിക്കും? +120 ആക്കും. ഓക്കെ, സോ നമ്മുടെ ഫേസ് വോൾട്ടേജുകൾ നമുക്ക് കിട്ടി. ഇനി ഫേസ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ആ ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജാണ്. അപ്പോൾ ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് അറിയാമെങ്കിൽ സാധാരണ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ആ ഇമ്പിഡൻസ് ZRN അക്രോസുള്ള വോൾട്ടേജ് നമുക്കറിയാം. ഈ ZRNൻ്റെ വാല്യൂ, ZR എന്ന് പറയുന്ന ആ ഇമ്പിഡൻസിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ZRNിൽ കൂടെയുള്ള കറണ്ട് ആരാ? നമ്മുടെ IR ആണ്, അല്ലേ? IR തന്നെയാണ് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും. സോ IR നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ IR കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യം ലൈൻ വോൾട്ടേജിൽ നിന്ന് ഫേസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു. സോ ഫേസ് വോൾട്ടേജ് നമുക്ക് VRN കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ VRN ഈസ് ദ വോൾട്ടേജ് അക്രോസ് ZRN ഡിവൈഡഡ് ബൈ ZRN ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ZRN ഈ കൂടെയുള്ള കറണ്ട് കിട്ടി. സോ IR കിട്ടി. ഇതേപോലെ നമുക്ക് എന്തും ചെയ്യാം? IY കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, IY എങ്ങനെയാണ് കണ്ടുപിടിക്കുക? VYN ഡിവൈഡഡ് ബൈ ZYN. ദെൻ സോ VR എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വി ഫേസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിൻ്റെ ആംഗിൾ എന്താണ്? 0 ബൈ സെഡിൻ്റെ വാല്യൂ. സെഡ് ഇപ്പോൾ 2+J3 ആണെങ്കിൽ 2+J3 ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ IR കിട്ടും. ഇനി IY എന്ന് പറഞ്ഞാൽ എന്താണ്? IY എന്ന് പറയുന്ന കറണ്ട് നമ്മുടെ ZYN കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അതിനെ ക്രോസുള്ള വോൾട്ടേജ് VYN നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ZYN ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? IY ആയി. ദെൻ IB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? VBN ഡിവൈഡഡ് ബൈ ZBN ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 3 എന്ത് കിട്ടി? 3 ലൈൻ കറണ്ടുകൾ കിട്ടി. IRും കിട്ടി, IYയും കിട്ടി, IBയും കിട്ടി. സോ അടുത്ത പോയിന്റ് നമ്മളപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു? VLന്ന് വി ഫേസ് കണ്ടുപിടിച്ചു. വി ഫേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? IRും IYയും IBയും കണ്ടുപിടിക്കാം. IRും IYയും IBയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ കറണ്ട് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. ആ ന്യൂട്രലിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ IRും IYയും IBയും ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്ന കറണ്ടാണ്. I എന്ന് പറയുന്നത് ലീവ് ചെയ്യുന്ന കറണ്ട്. അപ്പോൾ ഇൻകമിങ് കറണ്ട് ഈസ് ഇക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ടാണ്. സോ നമുക്ക് എന്ത് എഴുതാം? IN ന്യൂട്രൽ കറണ്ട്, ഔട്ട് ഗോയിങ് കറണ്ട് ഈസ് ഇക്വൽ ടു ഇൻകമിങ് കറണ്ട്സ് IR പ്ലസ് IY
പ്ലസ് ഐ ബി എന്ന് എഴുതാം. IR പ്ലസ് IY പ്ലസ് IB. ഇത് പിന്നെ ശ്രദ്ധിക്കണം, കോംപ്ലക്സ് അഡീഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ഫേസർ ക്വാണ്ടിറ്റികളാണ്. IRും IYയും IBയും ഫേസർ ക്വാണ്ടിറ്റികളാണ്. അപ്പം മാഗ്നിറ്റ്യൂഡും ആംഗിളും കൺസിഡർ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അതൊക്കെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ വെച്ച് ബാക്കി എല്ലാ കേസുകളിലും നമ്മൾ മാഗ്നിറ്റ്യൂഡും ആംഗിളും കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ സപ്പോസ് IR എന്ന് പറയുന്നത് 5 ആംഗിൾ 30 ആണ്, IY എന്ന് പറയുന്നത് 6 ആംഗിൾ 20 ആണ്, IBA എന്ന് പറയുന്നത് 9 ആംഗിൾ 20 ആണ് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 + 4 + 9 അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ ആംഗിളും കൺസിഡർ ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ തന്നെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റർ അടിച്ചിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനെ തന്നെ അടിക്കണം, 5 ആംഗിൾ 30, ഒരു ബ്രാക്കറ്റിനുള്ളിൽ 5 ആംഗിൾ 30 കൊടുക്കുക, പ്ലസ് IY ഇപ്പോൾ 2 ആംഗിൾ 20 ആണെങ്കിൽ 2 ആംഗിൾ 20 പ്ലസ് ദെൻ IB എന്ന് പറയുന്നത് 3 ആംഗിൾ -90 ആണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ തന്നെ കാൽക്കുലേറ്ററിൽ കൊടുക്കണം. കാൽക്കുലേറ്ററിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ കോംപ്ലക്സ് ഫോമിലായിരിക്കും, റിയൽ പ്ലസ് ഇമാജിനറി ഫോമിലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കറണ്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത്, മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ആ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടണം. അല്ലാണ്ട് റിയൽ പ്ലസ് ഇമാജിനറി ഫോമിലാവരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിൽ തന്നെ എന്ത് എഴുതണം, കറണ്ടും എഴുതണം, വോൾട്ടേജും എഴുതണം. ഇമ്പിഡൻസ് നമ്മൾ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് കോംപ്ലക്സ് ഫോമിലും റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സോ IN കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പവർ എന്ന് പറയുന്നത് ഡെൽറ്റയിൽ ചെയ്ത പോലെ തന്നെ അൺബാലൻസ്ഡ് ഡെൽറ്റയിൽ എങ്ങനെയാണ് ഓരോ ഫേസിലത്തെ പവറും വേറെ വേറെ കണ്ടുപിടിക്കണം. ഓരോ ഫേസിലത്തെ നമുക്ക് വോൾട്ടേജ് അറിയാം, അവിടുത്തെ കറണ്ട് അറിയാം, അവിടുത്തെ പവർ ഫാക്ടർ അറിയാം. പവർ ഫാക്ടർ എന്ന് പറയുന്നത്, പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെഡിൻ്റെ ആംഗിൾ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുക. അപ്പോൾ ടോട്ടൽ ആക്റ്റീവ് പവർ കാണാൻ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ഫേസ് R ഫേസ് എടുത്തു. R ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ZRN ഉള്ള ഫേസ്. അവിടുത്തെ വോൾട്ടേജ് എന്താണ്, VRN, മാഗ്നിറ്റ്യൂഡ് ഓഫ് VRN. അതിൽ കൂടെയുള്ള കറണ്ട് എന്താണ്, IR ഇൻറ്റു കോസ് ഓഫ് 5RN വേർ ഈ 5R എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ZRNൻ്റെ ആംഗിൾ. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫസ്റ്റത്തെ ഫേസിലത്തെ പവർ കിട്ടും, പ്ലസ് സെക്കൻഡ് ഫേസിലത്തെ കറണ്ട്. അവിടുത്തെ വോൾട്ടേജ് എന്താണ്, VYN. അവിടുത്തെ കറണ്ട് എന്താണ്, IY കോസ് 5YN. ZYNൻ്റെ ആംഗിളാണ് എന്ത്, ഈ 5YN എന്ന് പറയുന്നത്. അതേപോലെ പ്ലസ് തേർഡ് ഫേസ് വോൾട്ടേജിൻ്റെ വാല്യൂ VBN. അവിടുത്തെ കറണ്ട് IB ഇൻറ്റു കോസ് 5BN. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആക്റ്റീവ് പവറായി. റിയാക്റ്റീവ് പവർ ആണെച്ചാൽ കോസിന് പകരം എന്താവും, സൈൻ വരും. അപ്പാരൻ പവർ ആണെച്ചാൽ ഈ കോസിൻ്റെയും സൈനിൻ്റെയും ടേമുകൾ ഉണ്ടാവില്ല. VRN ഇൻറ്റു IRN പ്ലസ് VYN ഇൻറ്റു IY പ്ലസ് VBN ഇൻറ്റു IB. ഓക്കെ, ദാറ്റ് വിൽ ബി ദ ആക്റ്റീവ് പവർ. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമ്മറൈസ് ചെയ്ത് തീർക്കുകയാണ്. മിക്ക പ്രോബ്ലത്തിൽ എന്തുണ്ടാവും, ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. സോ ഫേസ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഫേസ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VRNും VYNും VBNും ഡിഫൈൻ ചെയ്യാം. ദെൻ അൺബാലൻസ്ഡ് ആയതുകൊണ്ട് എന്താണ്, ഈച്ച് ഇമ്പിഡൻസ് വിൽ ബി ഡിഫറൻറ്റ്. സോ ഓരോ ഇമ്പിഡൻസിൽ കൂടെയുള്ള കറണ്ട് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. IR = എന്താണ്, VRN by ZRN, IY = VYN by ZYN and IB = VBN by ZBN. ദെൻ ടോട്ടൽ ന്യൂട്രൽ കറണ്ട് നമ്മൾ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IR പ്ലസ് IY പ്ലസ് IB. ഓക്കെ, ദെൻ പവർ, ആക്റ്റീവ് പവർ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റത്തെ ഫേസിലത്തെ പവർ VRN ഇൻറ്റു IR ഇൻറ്റു കോസ് 5R, VYN ഇൻറ്റു IY ഇൻറ്റു കോസ് 5YN ആൻഡ് VBN ഇൻറ്റു IB ഇൻറ്റു കോസ് 5BN. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്തും ചെയ്താലും മതി, ഫസ്റ്റത്തെ ഫേസിലത്തെ പവർ കണ്ടുപിടിക്കാൻ അവിടുത്തെ കറണ്ട് IRൻ്റെ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ZRNൻ്റെ റിയൽ പാർട്ടാണ്. ഓക്കെ, സെഡിൻ്റെ റിയൽ പാർട്ട്, റിയൽ പ്ലസ് ഇമാജിനറി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിയൽ പാർട്ടാണ് എന്ത്, നമ്മുടെ R എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് ഫേസിലത്തെ പവർ, തേർഡ് ഫേസിലത്തെ പവർ. ഈ രണ്ട് രീതിയിലും ചെയ്യാം. പവർ കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ഇക്വേഷൻ ഇത്, സെക്കൻഡ് കറണ്ട് I²R വെച്ചിട്ട്. ഓക്കെ, ചെയ്താൽ ടോട്ടൽ ആക്റ്റീവ് പവർ ആവും. റിയാക്റ്റീവ് പവർ ആണെച്ചാൽ കോസിന് പകരം സൈൻ വരുന്നു. ഇനി ഈ ഫോർമുലയാണെങ്കിൽ എക്സിന് ആറിന് പകരം എന്ത് വരും, ഇവിടെ വരെ എക്സ് വരും. ഓക്കെ, ഈ ടേമുകൾക്ക് പകരം XRN, XYN, XBN വരും. ഓക്കെ, ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.